ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖ കമലം ദക്ഷിണേയച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ഞനോടക്കുഴലുമത പിടിച്ചൂതിമന്ദം വസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ കാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈ തൊഴും നീ. സജ്ജനങ്ങളെ, നമ്മൾ ഇന്നലെ ഇവിടെ പറഞ്ഞു വെച്ചത് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ അക്രൂരൻ വന്നതും അക്രൂരൻ രാത്രി സമയത്ത് ഉണ്ണിക്കണ്ണൻ ഈ ഓടക്കോലെടുത്തിട്ട് മെല്ലെ പോയി. എവിടെ? വൃന്ദാവനത്തിലേക്ക്. അവിടുന്ന് വളരെ ചെറിയ ശബ്ദത്തിൽ ഓടക്കോലൂതി അത് രാധക്ക് തോന്നി എന്നെ വിളിക്കുന്നതാണെന്ന്. രാധ വന്നു വൃന്ദാവനത്തിലേക്ക്. രാധ നൃത്തം വെച്ചു, ഭഗവാൻ പാട്ടുപാടി ഒടക്കുഴലിൽ. അപ്പോൾ ഡാൻസ് കളിച്ച് രാധ തളർന്നു പോയി എന്നാണ് പറയുന്നത്. രാധ തളർന്നിങ്ങനെ വീഴും എന്നുള്ള ഒരു ഭാവത്തിലാകുമ്പോൾ ഭഗവാൻ രാധയെ തൻ്റെ കൈകളിൽ താങ്ങി. ആ കരവലയത്തിൽ സുരക്ഷിതത്വം സ്വപ്നമാക്കിയവളാണല്ലോ രാധ. അവള് അതിമനോഹരമായി താമരയുടെ ഇതള് വിരിയുന്നത് പോലെ ചിരിച്ചു എന്നാണ് പറയുന്നത്. പുഞ്ചിരിച്ചു. ആ കണ്ണുകൾ അപ്പോഴും ഇങ്ങനെ ഡാൻസ് കളിച്ച് പകുതി അടഞ്ഞിട്ട് പകുതി തുറന്നിട്ട് പകുതി തുറന്ന് എന്ന് പാടിയതുപോലെ പകുതി അടഞ്ഞിട്ട് ആ കണ്ണ്. പതുക്കെ പറഞ്ഞു, കണ്ണൻ്റെ രാത്രി ഇന്ന് തളർന്നു പോയല്ലോ ഡാൻസ് കളിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ അവളെ എടുത്തു, കൈകളിലെടുത്ത്. അപ്പോൾ കഴുത്തിലൂടെ സ്വാഭാവികമല്ലത് എടുക്കുമ്പം അവ എടുക്കപ്പെടുന്നയാൾ എടുത്ത ആളുടെ കഴുത്തിലൂടെ കൈയിടും. ആ കൈ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ പിടിച്ചു. പിന്നീട് ഇങ്ങനെ കണ്ണ് മെല്ലെ മെല്ലെ തുറന്ന് കണ്ണനെ കണ്ടു. കണി കാണുന്നത് പോലെ കണ്ടു. പിന്നെ പുഞ്ചിരിച്ചു. ആ നോട്ടത്തിൽ മാധവനും എന്താ പറയുക, മാധവൻ്റെ സൗന്ദര്യം ഊറ്റി കുടിച്ചു രാധ എന്നാണ് പറയുന്നത്. മാധവൻ എന്തോ ഇപ്പോൾ ആർദ്രവികാരനായി മാധവൻ. എന്നിട്ട് രാധയുടെ ഹൃദയത്തിൻ്റെ ചലനം മാധവൻ അറിഞ്ഞു എന്ന് പറയുന്നത്. കണ്ണൻ രാധയും കുട്ടി മെല്ലെ നടന്നു. എന്നിട്ട് യമുന ആ യാത്ര കണ്ട് നാണിച്ചു, കണ്ണടച്ചൊഴുകിപ്പോയി. രാധയും കൂട്ട് കണ്ണൻ പോകുന്നുണ്ട്. യമുനക്ക് നാണം വന്നു പോയി എന്നാണ് പറയുന്നത്. രാധ കണ്ണൻ്റെ കരവല്ലികളിൽ അതിമനോഹരമായ പറഞ്ഞറിയിക്കാനാവാത്തതായ ആഹ്ലാദത്തിൽ ലയിച്ചു കിടന്നു. ദീപങ്ങൾ ഇന്ദ്രനീലപ്പൂക്കൾ ചുരിഞ്ഞിട്ട മണലിലെ മലർമെത്തയിലെത്തിയപ്പോൾ രാധ കണ്ണനെ സൂക്ഷിച്ചൊന്നു നോക്കി. എന്താ പരിപാടി അറിയണ്ടേ? കണ്ണന് രോമാഞ്ചമുണ്ടായി എന്ന് പറഞ്ഞു രാധയുടെ നോട്ടം കണ്ടിട്ട്. രാധക്കോ അകക്കണ്ണ് തുറന്നു. മൃദുലതയിൽ ആർദ്രത തളം കെട്ടി കണ്ണ. അവള് വളരെ മൃദുവായിട്ട് രാധ കണ്ണനെ വിളിക്കുന്നു. കണ്ണാ. വശ്യമായൊരു പുഞ്ചിരി മാത്രമായിരുന്നു ദാമോദരൻ്റെ മറുപടി. ഒന്നും പറഞ്ഞില്ല കണ്ണൻ. അപ്പോൾ രാധ കണ്ണൻ്റെ കഴുത്തിൽ ബലമായി പിടിച്ചു. സ്നിഗ്ധമായ അധരം കണ്ണൻ്റെ ചുണ്ടോളം എത്തി. ഒറ്റൊരു നിമിഷം അവൾ കണ്ണൻ്റെ ചുണ്ടിൽ അധരം ചേർത്തു. കണ്ണൻ്റെ നനുത്ത ചുണ്ടുകൾ തൻ്റെ അധരത്തിൽ ഒളിച്ചു വെച്ചു. എന്നിട്ട് നിമിഷങ്ങൾ നിറനിലാവിൽ മഞ്ഞൻ കണമായി കൊഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ചുണ്ടുകളെ രാധ എന്താ പറയേണ്ടെന്ന് അറിയില്ല എനിക്ക്. അപ്പം അങ്ങനെ കണ്ണൻ്റെ പിടി അയഞ്ഞു. അവളുടെ കാലുകൾ മണലിൽ തൊട്ടു. ഇത്ര നേരം ഇങ്ങനെ മുറിയത്തിലെടുത്തിട്ടല്ലേ ഉണ്ടായിരുന്നത്. അവിടെ നിർത്തി.
കണ്ണൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മണലിൽ നിന്നു രാധ. കണ്ണൻ്റെ ശരീരം തൻ്റെ മാറിലേക്ക് ചേർത്തവൾ അമർത്തി. രണ്ട് സാഗരങ്ങൾ സംഗമിക്കുന്നത് മാതിരി കണ്ണനെ രാധ മണലിലിരുത്തി. അവൻ്റെ ഉത്സംഗത്തിൽ അവളുയരുന്നു. രാധേന്ന് വിളിച്ചു കണ്ണൻ. കണ്ണാന്ന് രാധ വിളി കേട്ടു. കാരകിൽ ധൂമം കൊണ്ട് ഉണക്കി അവളുടെ ഇടതൂർന്ന കബരിയിൽ കണ്ണൻ മൃദുവായി തലോടി. എത്ര മനോഹരാണ് രാധയുടെ തലമുടി! അഖിലിങ്ങനെ കത്തിച്ച് അതിൻ്റെ പുക കൊണ്ടാണ് മുടി ഉണക്കുക സാധാരണ രാധ. ആ തമസ് നീങ്ങി സൂര്യൻ്റെ ആദ്യരശ്മി ഭൂമിയെ പുലുകുമ്പോൾ അവനെ അനുഭവിക്കുന്ന സുഖം പോലെയാണിത്. ഇതാണ് സുഖത്തിൻ്റെ പരമകാഷ്ഠ. കണ്ണനെ അറിയാലോ നാളെ പോവുകയാണ്. രാധക്ക് അറിയില്ല പാവത്തിന്. എന്നിട്ട് രാധ പറയണു കണ്ണനോട്, കണ്ണാ കാതോർക്കൂ, ഒരു ഗാനം കേൾക്കുന്നുണ്ടോ നീ? പ്രകൃതി പുരുഷ സമാഗമത്തിന് സുന്ദരമായ ഒരു ഗാനമാണത്. രാധേ, എൻ്റെ വേണു സ്വന്തമായി പാടുകയാണിത്. എൻ്റെ ചുണ്ടിൽ ചേർക്കാതെ വേണു തനിയെ പാടുന്നതാണത്. രാധ ആ മണലിലേക്ക് ചെരിഞ്ഞു മലർന്ന് കിടന്നു. മണലിൽ കിടന്നു രാധ. പാട്ട് കേട്ട് രാധ കിടന്നുപോയി. രാധ വളരെ പതുക്കെ പറഞ്ഞു, കണ്ണ, നിന്നെ കൂടാതെ എനിക്ക് കഴിയാനാവില്ല. പകൽ നീ എന്നെ അരികിൽ നിന്ന് വനസ്ഥലിയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഹൃദയം പിടക്കുന്നുണ്ട് കണ്ണ. എൻ്റെ മണിവർണ്ണ, നമുക്കൊന്നിച്ച് ഒരുമയോടെ ഉണ്മയായി ഒന്നായി ഒരു നിമിഷവും വേർപിരിയാതെ ഇവിടെ കഴിയാം. എന്താ? രാധ നീപ്പനിഴലിലൂടെ നീലാകാശത്ത് തെന്നിക്കളിക്കുന്ന ചന്ദ്രനെ നോക്കി കിടന്നു. കണ്ണൻ അവളുടെ മാരടത്തിൽ മുഖമർത്തി തണുത്ത നീണ്ട നാവ് കൊണ്ട് ഇടനെഞ്ചിലൊന്ന് തൊട്ടു. രാധ മണികിലുങ്ങും പോലെ ചിരിച്ചു. അവൾ എഴുന്നേറ്റു. കാലുകൾ നീട്ടി വെച്ചിരുന്നു. കണ്ണൻ്റെ ശിരസിനെ ബലമായി മടിയിലേക്ക് നയിച്ചു. രാധ പറഞ്ഞു, ഇവിടെ കിടക്ക്, എൻ്റെ മടിയിൽ കിടന്നോളൂ. നീ തരുന്ന ആനന്ദമുണ്ടല്ലോ, എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാനാവുന്നില്ല കണ്ണ. എങ്ങനെയാണ് കണ്ണ ഈ ആഹ്ലാദം നീ പകരുന്നത്? ഇതൊക്കെ ഇത്ര ചെറുപ്പത്തിലെ ആര് പഠിപ്പിച്ചു തന്നു നിനക്ക്? അപ്പം കണ്ണൻ പറയുന്നു, രാധയെ, ഒരു പൂ വിരിയുന്നത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ രാധയെ? മൃഗനയനികൾ എണ്ണയുടെ കൊമ്പുകളിൽ കൺകോണുരസുന്നത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ രാധയെ? കളഹംസങ്ങൾ കളഹംസിയുടെ തൂവലുകൾ ചിറകുരസി ഒരുമിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ രാധയെ? ഇതാണ് പ്രകൃതി, മന്ദതൂര്യമായ പ്രകൃതി, ബ്രഹ്മാണ്ടത്തിലെ തുടിപ്പാർന്ന ഭൗതികത. ഇതനുഷ്ഠിക്കുവാൻ ജീവികൾക്ക് കൽപ്പനകൾ പോലും വേണ്ട. തനിയെന്നെ പഠിക്കുന്നൊരു പ്രക്രിയയാണ് ഇതെന്നാണ് കണ്ണൻ പറയുന്നത്. മടിയിൽ മലർന്നു കിടക്കുന്ന മണിവർണ്ണൻ്റെ മണിവദനത്തിൽ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു, നമ്മൾ രണ്ടല്ല, ഒന്നാണ്, ഒന്ന് മാത്രമാണ് നമ്മൾ. കണ്ണൻ പറഞ്ഞു, നമ്മൾ ഒന്നായി രാധേ, നമ്മുടെ ദേഹവും ആത്മാവും ഒന്നായിരിക്കുന്നു. കണ്ണാ, നീ എൻ്റെ എല്ലാമാണ്. ഇനി രാധയില്ല, രാധാകൃഷ്ണൻ മാത്രമാണുള്ളത് എന്ന് പാവം രാധ കണ്ണനോട് പറയുന്നു. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്നോടൊരു കാര്യം പറഞ്ഞില്ല. ഇന്ന് സായാഹ്നത്തിലൊരു രഥം വന്നത് കണ്ടല്ലോ. നാളെ രാവിലെ ഞാനും ജ്യേഷ്ഠനും മധുരക്ക് പോവുകയാണ്. അവിടെ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ടത്രേ. അത് കാണുവാൻ രാജാവ് ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നു. രാധ ഞെട്ടിപ്പോയി. രാധ, കണ്ണ, എന്താണ് പറയുന്നത്? മധുര രാജാവ് കംസനല്ലേ, ദുഷ്ടൻ. നമുക്ക് വരുന്ന ആപത്തുകൾ അയാൾ കൂടി അറിഞ്ഞിട്ടല്ലേ കണ്ണ സംഭവിക്കുന്നത്. അതുകൊണ്ട് നീ പോയാൽ വേണ്ട കണ്ണ, വേണ്ട, നീ പോകണ്ട കേട്ടോ. ഈ വൃന്ദാവനത്തിലെ ഉത്സവത്തിലും വലുതല്ലല്ലോ മധുരയിലെ ആയുധപൂജോത്സവം. രാധേ, നിനക്കറിയില്ല, കംസൻ വ്രജകുലത്തിൻ്റെയും രാജാവാണ്. രാജാജ്ഞ ലംഘിച്ചുകൂടാ, അത് നീതി നിഷേധമാണ്. രാജാവ് നല്ലതാകാം ചീത്തയാകാം, അത് നമുക്ക് വിഷയമല്ല. രാജപദവി രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് രാധേ. അതുകൊണ്ട് ആ വാക്കുകൾ തെറ്റി നടന്നുകൂടാ. നമ്മൾ രാജാവിൻ്റെ പ്രജകളല്ലേ. ഘോരോത്സവമായി അച്ഛനും മറ്റും പിന്നാലെ വരുന്നുണ്ട്. ഉത്സവം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മടങ്ങുകയും ആവാം. കണ്ണ, നീ എൻ്റെ ജീവനല്ലേ കണ്ണ. പോയാൽ ഇനി എപ്പോഴാണ് നീ മടങ്ങുക? മധുരയിൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ അരങ്ങേറുമെന്ന് ആർക്കറിയാം. പോയാലല്ലേ അറിയുവാനാകൂ. കഴിയുന്നത് വേഗം തിരികെ വരാട്ടോ.
നീ മധുരയിലെത്തിയാൽ എല്ലാ കാര്യത്തിലും ജയിക്കും. മധുരക്കാർ നിന്നെ രാജാവാക്കും. ഇല്ല, നിനക്ക് തിരിച്ചു വരുവാനാകില്ല കണ്ണാ. എൻ്റെ മനസ്സ് പറയുന്നു, നീ തിരികെ വരികയില്ല. എങ്ങനെയുണ്ട് രാധയുടെ മനസ്സ്? എങ്ങനെയുണ്ട്? ഞാൻ രാജാവായി രാധ റാണിയായിരിക്കും കണ്ണാ. മധുരയിൽ നീ രാജാവായി കാലിപ്പണ്ണിനോട് സ്ഥാനമൊന്നുമില്ല കേട്ടോ. എന്നല്ല, ഇവളിവിടെ വരികയുമരുത്, ഇവളവിടെ വരികയുമരുത്. ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ല. ഈ ഇവിടെ നിന്റെ ഓർമ്മകളുമായി കഴിഞ്ഞു കൊള്ളാം. കുറച്ചു മൗനം. ആ മൗനത്തിന് ശേഷം രാധ വീണ്ടും പറഞ്ഞു, പ്രിയപ്പെട്ട കണ്ണ, എനിക്കൊരിക്കലും നിന്നെ രാജാവായി കാണുവാനാവില്ല. എൻ്റെ കണ്ണനോടൊക്കൊലൂതി വനമാല ധരിച്ച് വിളങ്ങുന്നവനാണ്. മണിക്കിരീടവും തങ്കപ്പുടവയും ചാർത്തി വെഞ്ചാമരം വീശി സ്വർണസിംഹാസനത്തിലിരുന്ന് അരുളുന്ന കൃഷ്ണനെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടതാരാ? ഓടക്കോലൂതി കാലുകളെ തെളിച്ച് കൊച്ചരിപ്പല്ല് കാട്ടി ചിരിച്ച് നീണ്ട വിരലുകൾ കൊണ്ട് പൊക്കിൾ കൊടിയിൽ കിളി കൂട്ടുന്ന കണ്ണനാണ് എനിക്കാവശ്യം. ആ രൂപം നിന്നിൽ നിന്നും കൊഴിഞ്ഞു പോകുമല്ലോ കണ്ണാ. എനിക്ക് പരിചിതമല്ലാത്ത ജനങ്ങൾ ധാരാളമുള്ള തീപിടിച്ച പുര പോലെ ബഹളം നിറഞ്ഞ മധുര എനിക്ക് വേണ്ട. ഈ ഇടയപ്പെണ്ണ് ഇവിടെ കഴിഞ്ഞുകൊള്ളാം. മധുരയിൽ നിന്ന് തിരിച്ചു വന്നാലും വൃന്ദാവനത്തിലെ പൊന്നുണ്ണി കണ്ണൻ കാണുകയില്ല. ആള് മാറിയിട്ടുണ്ടാവും. എന്താ, രാസനൃത്തമാടി വിലാസലോലനായി വർത്തിക്കുന്ന കണ്ണന് മാത്രമേ ഗോപികമാർക്കറിയൂ. മധുരയിൽ പോയാൽ ആ ഭാവം നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് രാധ വൃന്ദാവനത്തിൽ കഴിയട്ടെ. മധുരയിലെ രാജകുമാരനെ ഉൾക്കൊള്ളുവാൻ രാധ മനവും കനവും തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. രാധക്ക് എല്ലാം അറിയാം. രാധ വെറുമൊരു പൊട്ടത്തിക്കുട്ടിയൊന്നുമല്ല. എല്ലാം അറിയും രാധക്ക്. രാധ ആരാ? രാധ റാണിയല്ലേ. ഇടയ്ക്കൊന്ന് നിർത്തി വീണ്ടും പറയാൻ തുടങ്ങി. യമുനയിലെ ചിറ്റവെള്ളത്തിലേക്ക് ഒരു കടമ്പിൻ പൂവ് എടുത്തിട്ടുകൊണ്ടാണ് ഇപ്രാവശ്യം വർത്തമാനം പറയുന്നത്. കണ്ണുറുക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒഴുകുന്ന യമുനയുടെ തീരത്ത് നിന്റെ ഗാനം ഉറങ്ങുന്ന ഈ മണ്ണിലെ ഹൃദയമലിഞ്ഞ ഈ വഴിയോരങ്ങളിൽ നീ വരും എന്ന ചിന്തയോടെ നിന്റെ വഴി നോക്കി നോക്കി പഴയതുപോലെ ചുറ്റിത്തിരിയാനാണ് രാധയ്ക്ക് മോഹം. നീ എന്നെ ആനന്ദത്തിൻ്റെ നെറുകയിലെത്തിച്ച ഈ നികുഞ്ചങ്ങളിലിരുന്ന് ആ നിമിഷങ്ങൾ നിറനിലാപേറ്റ് ഞാൻ സ്വപ്നം കാണും കണ്ണ. നീ എന്നിലേക്ക് പകർന്നു വന്ന പുളകങ്ങൾ എന്നിൽ പൂക്കുന്നതും കാത്ത് ഞാനിരിക്കും. ആ സുവർണ സ്മരണകൾ മതി രാധയ്ക്ക് 100 ജന്മങ്ങളോളം എനിക്ക് ഓമനിക്കാൻ. ആ അനുഭവങ്ങൾ മതി. അത്ര നീ തന്നിട്ടുണ്ടല്ലോ കണ്ണാ. കൂത്തിറങ്ങുന്ന കദംബങ്ങളുടെ തണലിലിരുന്ന് വീണാനാദം പോലെ ഹൃദ്യമായി മുരളി വായിക്കുന്ന കണ്ണനെ എനിക്ക് മധുരയിൽ കാണാനാവില്ല. കണ്ണ. കണ്ണു തുറക്കുവാൻ വെമ്പുന്ന ആമ്പൽമുട്ടുകളോട് കിന്നാരം ചൊല്ലി പുഞ്ചിരിച്ചു നിൽക്കുന്ന കണ്ണനെ എനിക്ക് മധുരയിൽ തിരിച്ചറിയാനാവില്ല കണ്ണ. അന്തരീക്ഷത്തിൽ കുടവിടർത്തിയ പേരാലിൻ ചുവട്ടിൽ മസൃണ ശിലാതലത്തിൽ ചടഞ്ഞിരുന്ന് യമുനയുടെ ഹൃദയം കാണുന്ന കണ്ണൻ മധുരയിൽ ഉണ്ടാവില്ല കണ്ണ. പ്രഭാതത്തിൽ കറുകത്തുഞ്ചിൽ വിടരുന്ന മഞ്ഞുതുള്ളി മഴവില്ലായി മാറുന്നതേ എങ്ങനെയെന്ന് സൂക്ഷ്മദൃഷ്ടിയോടെ നോക്കി നിൽക്കുന്ന അമ്പാടി മണിക്കുഞ്ഞെ, മധുരയിൽ നിന്നെ കാണുകയില്ല. ഒരു കാല് ചെരിച്ചു നിന്ന് മുരളി ഊതുമ്പോൾ കാലികളും ഇടയവനിതകളും അതുപോലെ വണ്ടാരം കോഴികളും നിന്നരികിൽ അണയാറുണ്ടല്ലോ കണ്ണ. ആ സൗമ്യത മധുരയിൽ കാണുകയില്ല. അവിടെ അമ്പാടിയിലെ കണ്ണൻ ഉണ്ടായിരിക്കുകയില്ല. വേണ്ട മാധവ, മധുര എനിക്ക് അന്യം തന്നെ. ഇല്ല, ഞാൻ മധുരയിലേക്ക് വരുന്നില്ല. ഇത്രയും പറയുമ്പോഴേക്ക് തന്നെ രാധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ണുനീര് കവിളിലൂടെ ചാലിട്ടു. ചന്ദ്രികയിൽ ആ ബാഷ്പബിന്ദുക്കളിങ്ങനെ തിളങ്ങി. രാധയുടെ കണ്ണുനീര് കവിളിലൂടെ ഒഴുകി. കണ്ണാടി പോലത്തെ കവിളല്ലേ രാധയ്ക്ക്. രാധ പറഞ്ഞു, കണ്ണ, നീ ദേവനാണ് കേട്ടോ. മധുരയിൽ നിനക്ക് പല ലക്ഷ്യങ്ങളും കാണും. ഈ പാപത്തിന് നീ നൽകിയതിന് എത്രയോ വലുതാണ്. ഇത് തന്നെ മതി രാധക്ക് എന്നും പറഞ്ഞ രാധ തേങ്ങി കരയാൻ തുടങ്ങി. ഇന്ദ്രനീലപ്പൂവിൻ തുഞ്ചിൽ നിന്ന് മഴത്തുള്ളികൾ അടരും പോലെ അവൾ കരഞ്ഞു.
വിങ്ങി 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 കരഞ്ഞു പാവം. എന്നെ അവൾ തലോടി. വേറൊന്നും കണ്ണനിപ്പോൾ ചെയ്യാൻ പറ്റൂല. കണ്ണൻ എന്താ ചെയ്യുക? കംസൻ വിളിച്ചാൽ പോണ്ടേ? കംസനെ കൊല്ലാനല്ലേ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആരോടും മിണ്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. പ്രിയ കണ്ണ, എനിക്കൊന്നും അറിയുകയില്ല. നിന്നെ കൊതി തീരുവോളം സ്നേഹിക്കുവാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ കണ്ണാ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. കണ്ണൻ അവളുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞു. രാധേ, ഈ വൃന്ദാവനവും നീയും ഇല്ലെങ്കിൽ പിന്നെ പുല്ലാങ്കുഴൽ എനിക്കെന്തിനാണ്? ഈ മുരളീരവം വൃന്ദാവനത്തിൻ്റെതല്ലേ? അത് രാധക്കുള്ളതാണ്. ഇത് നിൻ്റേത് മാത്രമാണ് ഈ പുല്ലാങ്കുഴൽ. രാധ കണ്ണനെ മുറുക്കി ആലിംഗനം ചെയ്തു. കണ്ണ, എനിക്ക് എന്തെങ്കിലും തരും, ഓർമ്മക്കായി എന്തെങ്കിലും. ഇടനെഞ്ചു പൊടിയുമാർ അവൾ കുറുകി കരഞ്ഞു രാധ. കണ്ണൻ പുല്ലാങ്കുഴലെടുത്തു മനോരഞ്ജകമായി ഊതി. വശ്യവും ഹൃദ്യവുമായിരുന്നു ആ രാഗം. ഇതുവരെ കേൾക്കാത്തൊരു രാഗമായിരുന്നു കണ്ണൻ എന്ന് പാടിയത്. അതിൻ്റെ സ്വരപ്പകർച്ചയിൽ വൃന്ദാവനം കണ്ണുനീർ തൂകി. രാധ പേരറിയാത്തൊരു വികാരത്തോടെ എഴുന്നേറ്റു. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് രാധക്ക് തന്നെ അറിയുന്നില്ല. അങ്ങനെ രാധ സ്വപ്നാടനക്കാരിയെപ്പോലെ എഴുന്നേറ്റു. കണ്ണന് ചുറ്റും നൃത്തം വെക്കുവാൻ തുടങ്ങി രാധ. സ്വയം വർഷിക്കുന്ന തേജസ്സിന് മുമ്പിൽ തേജസ്സേറ്റ് ചലിക്കുന്ന ഗോളം പോലെ രാധ അങ്ങനെ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. നൃത്തത്തിൻ്റെ പാരമ്യതയിൽ മനോഹരമായ പുല്ലാങ്കുഴൽ കണ്ണൻ രാധയുടെ അരയിൽ തിരികെ. രാധ തറഞ്ഞെന്തോ. രാധ എന്തോ ഒരു എന്താ സ്വപ്നാടനക്കാരിയുടെ മാതിരിയല്ലേ ഇപ്പം ഇല്ല. അതൊന്നും അറിയുന്നില്ല രാധ. അവള് തിരികെ വെച്ചു. സുന്ദരമായ നൃത്തങ്ങൾ തുടരുകയാണ്. പ്രപഞ്ചവും അതിൽ സമസ്ത ജീവജാലവും ആ നടനത്തിൽ തരളമായി. രാധ അങ്ങനെ സ്വയം അറിയാതെ നൃത്തം വെക്കുകയാണ്. മാധവൻ എന്ത് ചെയ്തു? യമുനയിൽ ഇറങ്ങി. ഒരു നിമിഷം കാളിന്തിയെ നോക്കി നിന്നു. കാളിന്തി മാധവൻ്റെ പാദങ്ങളിൽ വെണ്ണുരകളാൽ അർച്ചന നൽകി. കാളിന്തിക്കും സങ്കടമല്ലേ കണ്ണൻ പോകുന്നത്? എല്ലാവർക്കും സങ്കടമാണ്. കണ്ണൻ കയറയിൽ കയറി കദംബത്തിൻ്റെ ഛായയിലൂടെ നടന്നു. ഉൾപ്പരപ്പിന് അപ്പുറം ചെന്ന് കണ്ണൻ തിരിഞ്ഞു നിന്നു. രാധ ഒരു അഗ്നിവൃത്തം പോലെ ചുറ്റിത്തിരിയുന്നു. അങ്ങനെ കണ്ണൻ എഴുന്നേറ്റതും പോയതും കാല് കഴുകിയതും വന്നതും ഒന്നും അറിയാതെ രാധ ഇങ്ങനെ നൃത്തം വെക്കുകയാണ്. പ്രകൃതി ഉൾത്തൊടിപ്പുമായി രാധ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. ആ ലാവണ്യ നടനത്തിൽ പ്രകൃതി പോലും മുഖമായി നിന്നെന്നാണ് പറയുന്നത്. കണ്ണൻ രാധയെ തന്നെ നോക്കി നിന്നുപോയി. മിഴികൾക്ക് മറിയായി സ്ഫടിക സമാനമായ സങ്കടമുത്തുകൾ നിറഞ്ഞുപോയി കണ്ണന്. അവയുടെ സുതാര്യതയിലൂടെ കണ്ണൻ രാധയെ കണ്ടു. അകലെ അവ്യക്തമായ ഒരു ബിന്ദുവായി നിഴലായി രാധ അപ്പോഴും ചലിച്ചുകൊണ്ടേയിരുന്നു. രാധ അങ്ങനെ നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു. കണ്ണൻ പോയതൊന്നും രാധ അറിയുന്നില്ല. അവനോട് ഹൃത്തടത്തിൽ രാധ നടന ബിന്ദുവായി. മാധവൻ തിരിഞ്ഞു നടന്നു. അകന്നകന്ന് പോയി മാധവൻ. ഈ നൃത്തം കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കൂലല്ലോ. വാക്ക് പാലിക്കണ്ടേ? അങ്ങനെ പോയി. എവിടേക്ക്? മാധവൻ മധുരയിലേക്ക് പോവുകയാണ്. നേരം പുലർന്നു. മറ്റെല്ലാവരും ഉറങ്ങിയിട്ടല്ലേ ഇദ്ദേഹത്തിന് മാത്രമല്ല ഉറക്കില്ലാത്തത്. അച്ഛനും അതുപോലെ അക്രൂരനും എല്ലാവരും ഉറക്കത്തിലാണ്. കണ്ണൻ ഉറങ്ങിയിട്ടില്ല. കണ്ണൻ്റെ വൃന്ദാവനം ഉറങ്ങിയിട്ടില്ല. കണ്ണൻ മധുരക്ക് പോകുന്ന വാർത്ത ഒരു വെള്ളിടിയായിട്ടാണ് വൃന്ദാവനത്തിൽ ഇറങ്ങി വന്നത്. ഗോകുലം നടുങ്ങിപ്പോയി. കണ്ണൻ മധുരക്ക് പോകുകയെ? എന്താ ഇത്? എന്തിനാ? രാജാവിൻ്റെ ആജ്ഞയാണത്രേ. അവർ പരസ്പരം പറഞ്ഞു. കംസൻ എന്തിന് മാധവനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു എന്ന് അവർക്കറിയില്ല. ആർക്കും അറിയുന്നില്ലത്. പക്ഷെ അവരുടെ മനസ്സൊരു കാര്യം പറയുന്നു. കണ്ണൻ മടങ്ങി വൃന്ദാവനത്തിലേക്ക് ഇനി വരികയില്ല. അതവർക്ക് മനസ്സിലായി. അവരുടെ മനസ്സങ്ങനെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അശുഭകരമായ ചിന്ത ഗോപന്മാരെ പരിഭ്രമിപ്പിക്കുന്നു. ഗോപികമാരുടെ ഹൃദയം തളർന്നു പോയി. യമുനയുടെ വിരഹം പൊറാതെ പൊട്ടിക്കരഞ്ഞ ഗോപികമാർ നിലത്ത് വീണുപോയി. യശോദ ഭവനത്തിൻ്റെ ഉള്ളിൽ നിശബ്ദതയിൽ ഒതുങ്ങി. പുറത്തിറങ്ങുന്നില്ല യശോദ. മഞ്ചത്തിൽ വീണവർക്ക് ബോധം പോലും സ്തംഭിച്ചു.
കടക്കയിലേക്കങ്ങ് വീണുപോയതാണ്. രാധ എല്ലാം സഹിച്ചു. പിന്നെന്ത് ചെയ്യല്? മാസത്തിൽ ഒരു പ്രാവശ്യം കണ്ണെവിടെയാലും രാധയുടെ സമീപം എത്തുമെന്ന പ്രതിജ്ഞ അവൾക്ക് അത്താണിയായി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലേ, മാസത്തിലൊരു തവണ ഞാൻ നിന്നെ കാണാൻ വരും. ആ ഒരു വാക്ക് മതി രാധക്ക്. പേര് മന്ദം മന്ദം നീങ്ങുകയാണ്. വഴിയുടെ ഇരുവശത്തും നനവുള്ള മുഖവുമായി ഗോപന്മാരും ഗോപികമാരും. കണ്ണൻ അവരോടെല്ലാം പറഞ്ഞു, ടാറ്റ പറഞ്ഞു കണ്ണൻ. താമസിയാതെ എത്തും കേട്ടോ, ആരും വിഷമിക്കരുത്, എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടരുത് കേട്ടോ, ഇങ്ങനെ പറഞ്ഞു ആ ഉണ്ണി. അങ്ങനെ അക്രൂരൻ ചിന്തിച്ചു, ഈ ബാലന്മാർ സത്യം മുഴുവൻ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കംസന്റെ ക്രൂരമുഖം ഇവരെ എതിരേൽക്കുന്നത് മരണത്തിന്റെ ചിറകടിയിൽ ഒച്ചയുമായിട്ട് ആണെന്ന് ഇവരെന്താ പറയുന്നു. ഒരു പൊട്ടൻ എന്നല്ലേ അക്രൂരൻ. ഇവരോട് വിട പറച്ചിലും ആശ്വാസം നൽകലും കണ്ടിട്ട് വേദന ഉറയുന്നു. എല്ലാം നന്നായി അവസാനിച്ച മതിയായിരുന്നു എന്ന് അക്രൂരൻ തന്നെ ആത്മകഥ എന്നോളം പറഞ്ഞു. ഇടയ്ക്ക് ബലരാമൻ ചോദിച്ചു. ഈ മൗനം ഒന്ന് ഭേദിച്ചു ബലരാമൻ. നമ്മളെപ്പോൾ എത്തും മധുരയിൽ എന്ന് ചോദിച്ചു. അപ്പം അക്രൂരൻ, 6 നാഴിക പുലരുമ്പോൾ നാം മധുരയിലെത്തും. എന്നാൽ നന്ദഗോപനും മറ്റും മധ്യാഹ്നം കഴിഞ്ഞേ മധുരയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ബലരാമൻ പറഞ്ഞു, കുതിര വേഗത്തിൽ ഓടിയാൽ അതിനു മുമ്പേ നാം എത്തുകയില്ലേ? അന്നേരം അക്രൂരൻ തീർച്ചയായും എത്തും എന്ന് പറഞ്ഞു. കൃഷ്ണൻ അലസതയോട് ചോദിച്ചു, അങ്ങനെ ഓടിച്ചെന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അല്ലേ പോയാൽ പോരേട്ടാ. അക്രൂരൻ പറഞ്ഞു, കൃഷ്ണ, മധുര നിന്നെ ഒരു നോക്ക് കാണുവാൻ കാത്തിരിക്കുകയാണ് ഉണ്ണി. പൂതനടക്കമുള്ള ദുഷ്ടപരീക്ഷകളെ നശിപ്പിച്ചത് നീയാണെന്ന് മധുരയിലുള്ള ഏറെ പേർക്കും അറിയാം. ചാരന്മാരുടെ ഉപദ്രവം കൊണ്ട് ആരും സത്യം തുറന്ന് പറയുന്നില്ലാന്നേ ഉള്ളൂ. എല്ലാവരും കംസനെ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇല്ല, കംസനെ ഇഷ്ടപ്പെടുന്നവര് മധുരയിൽ വളരെ ദുർലഭമാണ്. കംസനെ എല്ലാവരും വെറുക്കുന്നു. വ്രജഭൂമിയുടെ രക്ഷകനാണ് നീ എന്ന് എല്ലാവരും രഹസ്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ വരവിൽ ഏറെ ശുഭപ്രതീക്ഷയുമായിട്ടാണ് മധുരയിലെ യാദവർ വസിക്കുന്നത് കണ്ണ. മാത്രമോ, നിന്റെ മാതാപിതാക്കൾ എത്ര നാളായി നിന്നെ കാണുവാൻ കൊതിക്കുന്നുണ്ണി. ഇപ്പോഴും കംസന്റെ ആജ്ഞ അനുസരിച്ച് അവർ പുറങ്കിൽ തന്നെയല്ലേ. വസുദേവർക്കും ദേവിക്കും ആശ്വാസം പകരേണ്ടതും നിന്റെ കടമയല്ലേ കണ്ണാ. എന്നല്ല, നീ ഇന്നു മുതൽ ഇടയബാലനല്ല, വസുദേവരുടെ മകനാണ്. കാലി ചെറുക്കൻ എങ്ങനെ വസുദേവരുടെ മകനാകും എന്നതാണ് കംസന്റെ സംശയം. വസുദേവരുടെ 8ാമത്തെ മകൻ കംസനെ വധിക്കുമെന്നാണല്ലോ അശരീരി ഉണ്ടായിരുന്നത്. അത് വൃന്ദാവനത്തിൽ വളരുന്ന ഇടയബാലന് ആ കഴിവുണ്ടായിരിക്കുമോ? ഇതാണ് കംസൻ പരീക്ഷിക്കുവാൻ പോകുന്നത്. ആര് പറഞ്ഞു? അക്രൂരൻ പറഞ്ഞു. അവന്റെ മല്ലന്മാരും യുദ്ധകാര്യോപദേഷ്ടാക്കളും ശക്തന്മാരാണ് കുട്ടികളെ. നിങ്ങളുമായി പോരുണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ട് അക്രൂരൻ മൗനമായിരുന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബലരാമൻ പറഞ്ഞു, പോരുണ്ടാകണം, എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാലോ. ഉണ്ണിക്കണ്ണൻ അപ്പോഴും ചിരിച്ചതേയുള്ളൂ. ഒന്നും സംസാരമില്ല ഇപ്പം മൂപ്പർക്ക്. അപ്പം ഇങ്ങനെ പോയി രഥം യമുനയുടെ തീരത്തെത്തി. അപ്പം അക്രൂരൻ പറഞ്ഞു, എന്തു പറഞ്ഞു? നമ്മൾ യമുനയുടെ തീരത്തെത്തി. യമുനയിലൊന്ന് കുളിച്ചാലോ? തണുത്ത ജലത്തിൽ നിന്ന് മുങ്ങുന്നത് നന്നാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, വന്ദനവും ആവാം അല്ലേ? അന്നേരം ഉണ്ണി പറഞ്ഞു, നല്ലതാണ്, കുതിരകൾക്ക് ജലവും കൊടുക്കാം. സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ രഥത്തിൽ കയറിയത്. അങ്ങ് പോയി വരൂ, ഞങ്ങൾ രഥത്തിൽ തന്നെ വിശ്രമിക്കാം എന്ന് പറഞ്ഞു ഭഗവാൻ. ഉണ്ണിക്കണ്ണൻ കാളിന്യുടെ മണൽപ്പരപ്പിൽ തേര് നിർത്തി അദ്ദേഹം. അക്രൂരൻ ഇറങ്ങി. സാരഥി കുതിരകൾക്ക് വെള്ളം കൊടുത്തു മാറ്റിക്കെട്ടി. ആ സമയം അക്രൂരൻ യമുനയുടെ നീല ജലത്തിൽ മുങ്ങി. കുറച്ച് സമയം കുതിരകൾക്ക് വിശ്രമം വേണ്ടേ? വെള്ളമെല്ലാം കൊടുത്തിട്ടൊന്ന് മാറ്റിക്കെട്ടി. ആ സമയത്ത് അക്രൂരൻ യമുനയിലൊന്ന് മുങ്ങിയ സമയത്തോ എന്താ വേണ്ടപ്പോ? ആശ്ചര്യം തന്നെ കേട്ടോ. ഇതാ മുന്നിൽ രാമകൃഷ്ണന്മാരിവിടെ വെള്ളത്തിൽ. രഥത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആവുന്നു. അക്രൂരൻ പെട്ടെന്ന് ഉയർന്നു കരയിലേക്ക് നോക്കി. രാമനും കൃഷ്ണനും ഒന്നും അത് കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടതോ
അക്രൂരൻ വീണ്ടും യമുനയിൽ മുങ്ങി. പരിഭ്രമചിത്തനായിട്ടാണ് അക്രൂരൻ ജലത്തിൽ താണത്. പഴയ ദൃശ്യങ്ങൾ വീണ്ടും കാണാറായി. കൃഷ്ണന്റെയും ബലരാമന്റെയും രൂപത്തിന് മാറ്റം വരുന്നത് പോലെ അക്രൂരന് തോന്നി. ഇപ്പം വെള്ളത്തിൽ മുങ്ങുമ്പോൾ കണ്ടത് കുട്ടികളാ, അപ്പം അവരുടെ രൂപം മാറുന്നുണ്ട് എന്ന് തോന്നി അക്രൂരന്. കൃഷ്ണന്റെ ശിരസിൽ സ്വർണ്ണ കിരീടമുണ്ട്, കവിഞ്ഞു കിടക്കുന്ന ചിഗുരുണ്ട്, പ്രഭ പൊഴിക്കുന്ന മകരകുണ്ടലങ്ങളുണ്ട്, തിളങ്ങുന്ന നെടിലമാണ്, പുഞ്ചിരി പൊഴിക്കുന്ന അധരമാണ് അദ്ദേഹത്തിന്. വനമാലയുണ്ട്, കൗസ്തുഭുണ്ട്, പീതാംബരുണ്ട്. കനക കളേബര രൂപനായി വിഷ്ണു സദൃശനായി ഗോലോകപതി വിളങ്ങുന്നത് അക്രൂരൻ കണ്ടു. അങ്ങനെ രൂപം മാറി 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 വന്നിട്ട് ഈ രൂപമാണ് കണ്ടതിപ്പം. ബലരാമനായും ആദിശേഷനായും രൂപം മാറി താലങ്കൻ കൃഷ്ണൻ സമീപം വർത്തിക്കുന്നതും അക്രൂരൻ ദർശിച്ചു. ഒരിക്കൽ ബലരാമനായി, പിന്നെ നോക്കുമ്പം ആദിശേഷനായി. തേജസ്സാർന്ന അനേകം ഗോളങ്ങൾ കണ്ണിന് ചുറ്റും ചുറ്റിക്കറങ്ങുന്നതായി അക്രൂരൻ തോന്നി. സൂര്യതേജസ്സിനേക്കാൾ പ്രഭാപൂർണമായ തിളക്കം ഗോലോകത്തെ പൊതിഞ്ഞിരിക്കുന്നതായി അക്രൂരൻ കണ്ടു. തന്നിൽ നിന്നും ഒരു അക്രൂര രൂപം നിലവിളിച്ചു അക്രൂരനെ. പിടഞ്ഞു വീഴുന്നതായി അക്രൂരൻ കണ്ടു. അതോടെ തനിക്ക് ശാശ്വതമായ സമാധാനം മനസ്സിൽ നിലനിൽക്കുന്നതായും അറിഞ്ഞു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ആ സമാധാനത്തോടു കൂടി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ ചേർത്ത് വെച്ച് എന്ത് ചെയ്യുക, ഒരു ശ്ലോകം ചൊല്ലാം. ചിന്താചഞ്ചലനായൊരാൾക്ക് ഭഗവൻ നാമങ്ങളോതിയിടവേ ചാഞ്ചല്യങ്ങളകന്നു ബുദ്ധി തെളിവായി നിൽക്കുന്നതത്യത്ഭുതം. എപ്പോഴും മനതാരിൽ നിന്റെ കമനീയാംഗം സ്മരിച്ചിടവേ മിഥ്യാബോധമകന്നു ചിത്തമതിൽ നീയെത്തുന്നു സുസ്മേരനായി. അതാണിപ്പോൾ അക്രൂരർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവരങ്ങനെ അവിടെ ഇരിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.